നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റുകളിൽ ധീവര സമുദായാംഗങ്ങളെ പരിഗണിക്കണമെന്ന് ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ എംഎൽഎയുമായ വി ദിനകരൻ. 48 മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമുള്ള ധീവര സമുദായത്തിൽപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരെ സ്ഥാനാർത്ഥിത്വത്തിന് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയകാര്യ സമിതി പ്രധാന പാർട്ടികൾക്ക് കത്ത് നൽകിയതായും അദ്ദേഹം പറഞ്ഞു. കടലോര ഉൾനാടൻ മേഖലകൾ ഉൾപ്പെട്ട 48 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ധീവര സമുദായത്തിൽപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരെ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കണമെന്ന് ധീവരസഭ രാഷ്ട്രീയകാര്യ സമിതി കൺവീനർ വി ദിനകരൻ ആവശ്യപ്പെട്ടു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാമുദായികവാദം വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണിത്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇപ്പോൾ എല്ലാവരും സമുദായവാദമാണ് ഉന്നയിക്കുന്നത്. ഇപ്പം ഞങ്ങളെപ്പോലുള്ളവരിങ്ങനെ എന്തെങ്കിലും തരുന്നതും വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ മുന്നണികളും എല്ലാവരോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. എല്ലാവർക്കും കത്തയച്ചിട്ടുണ്ട്. 4 മുന്നണി പാർട്ടികൾക്ക് BJP, കോൺഗ്രസ്, CPIM, CPI ഈ 4 പാർട്ടികൾക്ക് കത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ 140 നിയോജക മണ്ഡലങ്ങളുള്ളതിൽ 48ഓളം നിയോജക മണ്ഡലങ്ങൾ ഞങ്ങൾ നിർണായകമായി സ്വാധീനമുള്ളവരാണ്. അതിൽ ഞങ്ങൾ 12 മണ്ഡലങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. കാസർഗോഡ്, ഉദുമ, വടകര, കൊയിലാണ്ടി, ബേപ്പൂർ, ഗുരുവായൂർ, കയ്പമംഗലം, ഞാറയ്ക്കൽ, തൃപ്പൂണിത്തുറ, അരൂർ, അമ്പലപ്പുഴ, കരുനാഗപ്പള്ളി. ഈ മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥിത്വം നൽകാൻ മുന്നണികൾ തയ്യാറാകണം. ഇപ്പോൾ CPIക്കാരോട് 5 സീറ്റ് ചോദിച്ചാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. മുന്നണികൾ 3 മുന്നണികളുണ്ട്, അവർ ഈ സീറ്റ് തരാൻ തയ്യാറാകണം. പിന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പോൾ മലബാർ മേഖലയിൽ ഞങ്ങൾ മഞ്ചേശ്വരം, കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലെ അഴീക്കൽ, കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട്, തൃശ്ശൂർ ജില്ലയിലെ ബേപ്പൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ സഹായമില്ലാതെ അവർക്ക് ജയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സ്വാധീനമുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിന് കൊടുക്കുന്ന സീറ്റ് എല്ലാവരും സാധാരണ അങ്ങനെ വിധിക്കുന്നു. പിന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു സീറ്റ് കൊടുക്കും. ആ സീറ്റിൽ ഒരെണ്ണം ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരണമെന്ന് കൂടി ഞങ്ങൾ പ്രത്യേകമായിട്ട് മുസ്ലിം ലീഗ് നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നു. ഇതെല്ലാം ഞങ്ങൾ പറയുന്നവർക്കല്ല, അവർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഏത് പാർട്ടിയിലാണോ, കോൺഗ്രസ്സിലാണെങ്കിൽ കോൺഗ്രസ്, CPMലാണെങ്കിൽ CPM, BJPയിലാണെങ്കിൽ ഏത് പാർട്ടിയായാലും ശരി, പ്രവർത്തിക്കുന്നവർക്ക് സീറ്റ് കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആരുടെയും പേര് ഞങ്ങൾ പറയത്തില്ല. 3 മുന്നണികളും 5 വീതം ധീവര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണം. അതാത് മുന്നണികളിലെ പ്രവർത്തകർക്ക് അവസരം നൽകണം. ആരെയും പേരെടുത്ത് പറയില്ല. രാഷ്ട്രീയകാര്യ സമിതി ഇത് സംബന്ധിച്ച് കോൺഗ്രസ്, BJP, CPM, CPI എന്നീ രാഷ്ട്രീയ പാർട്ടികൾക്ക് കത്തു നൽകിയതായും ദിനകരൻ പറഞ്ഞു. അരൂർ, അമ്പലപ്പുഴ, കരുനാഗപ്പള്ളി മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിത്വത്തിന് സമുദായാംഗങ്ങളെ പരിഗണിക്കണമെന്നും ദിനകരൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. CDNet ന്യൂസ്, കായംകുളം.